രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞ നടപടി നീട്ടി ഹൈക്കോടതി. ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യം തള്ളിയ സെഷൻസ് കോടതി നടപടിക്കെതിരെ രാഹുൽ നൽകിയ ഹർജി പരിഗണിക്കുന്നത് കോടതി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. അതുവരെ അറസ്റ്റ് പാടില്ല എന്നാണ് നിർദ്ദേശം. ബംഗളൂരുവിൽ താമസിക്കുന്ന പെൺകുട്ടി നൽകിയ പരാതിയിൽ രാഹുലിന് മുൻകൂർ ജാമ്യം നൽകിയ തിരുവനന്തപുരം സെഷൻസ് കോടതി വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി അവധിക്ക് ശേഷമാകും പരിഗണിക്കുക. അറസ്റ്റ് തടഞ്ഞെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന 2 കേസുകളാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നത്. ഇതിൽ ആദ്യത്തെ കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നു. അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. ആ കേസിൽ ഇന്ന് വരെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയായിരുന്നു കോടതി. അതേസമയം ഇതിൽ വിശദമായ വാദം കേൾക്കാനായി കേസ് വ്യാഴാഴ്ചയായിരിക്കും കോടതി ഇനി പരിഗണിക്കുക. അതുവരെ അറസ്റ്റ് പാടില്ല എന്ന കൃത്യമായൊരു നിർദ്ദേശം, രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസം നൽകുന്ന ഒരു നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതേസമയം രണ്ടാമത്തെ കേസ്, ബലാത്സംഗ കേസ്, അതിൽ മുൻകൂർ ജാമ്യം നൽകിയ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി ചോദ്യം ചെയ്തുകൊണ്ട് സർക്കാർ നൽകിയ അപ്പീൽ ക്രിസ്മസ് അവധിക്ക് ശേഷമായിരിക്കും ഹൈക്കോടതി പരിഗണിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ആശ്വാസകരമാകുന്ന ഒരു തീരുമാനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതേസമയം കൃത്യമായ നിരീക്ഷണത്തിലാണ്, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കൃത്യമായ നിരീക്ഷണത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇന്നലെ മുതൽ തന്നെ പത്തനംതിട്ടയിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ യാത്രകളും അതോടൊപ്പം മറ്റ് ഇടപെടലുകളുമൊക്കെ കൃത്യമായി തന്നെ അന്വേഷണ സംഘം നിരീക്ഷിക്കുന്നുമുണ്ടായിരുന്നു. ഇന്ന് രാവിലെയും വീടിന് പുറത്തേക്ക് ക്ഷേത്ര ദർശനത്തിനായി പോയ രാഹുൽ മാങ്കൂട്ടത്തിനെ, ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുകയെന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ അതേ ശൈലിയിൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരും മഫ്തിയിൽ പിന്തുടരുന്നുണ്ടായിരുന്നു. അതിനുശേഷം സുഹൃത്തുക്കളെ കണ്ട് സൗഹൃദം പറഞ്ഞ് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു. പത്തനംതിട്ട ജില്ല വിട്ട് പോകരുത് എന്ന നിർദ്ദേശം അനൌദ്യോഗികമായി അന്വേഷണ ഉദ്യോഗസ്ഥർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ മുഖേന നൽകിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. എന്തായാലും അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ക്രൈംബ്രാഞ്ചിന്റെ പത്തനംതിട്ട, കൊല്ലം യൂണിറ്റുകളിലെ ഡിവൈഎസ്പിമാരാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന തുടർ നീക്കങ്ങൾ ഏകോപിപ്പിക്കുക. അന്വേഷണ ചുമതലയുള്ള പോലീസ് ആസ്ഥാനത്തെ AIG ജി പൂങ്കുഴലി കേസുമായി ബന്ധപ്പെട്ട പരമാവധി തെളിവുകൾ, രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ടതടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളടക്കം വിശദമായി തന്നെ ശേഖരിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പ്രോസിക്യൂഷന് ഇനിയൊരു തിരിച്ചടി ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായാൽ അത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് പരമാവധി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് വാദങ്ങൾ ബലപ്പെടുത്താനുള്ള നീക്കമാണ് അന്വേഷണ സംഘം ഇതിനോടകം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി വിലയിരുത്താൻ ഇടത് പാർട്ടികളുടെ നേതൃയോഗങ്ങൾക്ക് തുടക്കം. ശബരിമല സ്വർണ്ണക്കൊള്ളയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങളും തിരിച്ചടിയായെന്ന പ്രാഥമിക വിലയിരുത്തലാണ് ഇരു പാർട്ടി നേതൃത്വങ്ങൾക്കും. CPM CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ പുരോഗമിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശന്റെ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനയും ശബരിമല സ്വർണ്ണക്കൊള്ളയും തിരിച്ചടിയായെന്ന അഭിപ്രായമുള്ളവർ CPM-ലും CPI-യിലുമുണ്ട്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം ചേരുമ്പോൾ അത്തരം കാര്യങ്ങൾ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ തോമസ് ഐസക് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇടത് ഹിന്ദുത്വ, ലെഫ്റ്റ് ഹിന്ദുത്വ എന്ന കാര്യം, എങ്ങനെയാണ് അത്തരം വ്യാജ പ്രചരണങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുകയും അത് ആളുകൾ വിശ്വസിക്കുകയും, അതായത് ഇടതുപക്ഷം ന്യൂനപക്ഷങ്ങളെ കൈവിടുകയും ഹിന്ദു വോട്ടുകൾ, ഹൈന്ദവ വോട്ടുകൾ സമാഹരിക്കുന്നതിന്റെ ഭാഗമായുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുകയാണ് എന്ന ഒരു ബോധ്യം ജനങ്ങൾക്ക്, തെറ്റായ ബോധ്യം ജനങ്ങൾക്കുണ്ടായി. അത് തിരുത്തണമെന്ന ഒരു നിർദ്ദേശമാണ് തോമസ് ഐസക്, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം മുന്നോട്ട് വച്ചത്. വെള്ളാപ്പള്ളി നടേശന്റെ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ ഈ മുസ്ലിം സമുദായത്തിനിടയിലുണ്ടായ CPM-നോടുള്ള എതിർപ്പിന് ബലം നൽകി, അതിന്റെ രാസതുരകമായി മാറി എന്ന ഒരു വിലയിരുത്തൽ കൂടി CPM പല പ്രധാനപ്പെട്ട നേതാക്കൾക്കുമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള ബാധിച്ചു എന്ന് CPM ഇതുവരെ വിലയിരുത്തിയിട്ടില്ല, നേതാക്കൾ തുറന്ന് പറഞ്ഞിട്ടുമില്ല. പക്ഷേ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ അത്തരം വിചാരിച്ചതിലും വലിയ തിരിച്ചടി ശബരിമല വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം തുറന്നു പറയുന്നുണ്ട്. CPI-യുടെ നേതൃയോഗങ്ങളിലും അക്കാര്യം ചർച്ചയാകും. ശബരിമലയിൽ എന്തുകൊണ്ട് ഈ കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തു പറയുമ്പോഴും പത്മകുമാറിനെയും വാസുവിനെയും തള്ളിപ്പറയാനും അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും CPM തയ്യാറായുള്ള ചോദ്യമാണ് CPM-നെതിരെ തിരിഞ്ഞ് കൊത്തുന്നത്. അത് കോൺഗ്രസും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ അക്കാര്യം ചോദിക്കുന്നുമുണ്ട്. ഏതായാലും ശബരിമല സ്ത്രീ പ്രവേശന കാലത്ത് വലിയ തിരിച്ചടി CPM-ന് ഉണ്ടായതാണ്. അന്ന് തെറ്റേറ്റു പറഞ്ഞുകൊണ്ട്, അന്ന് പാർട്ടി നിലപാട് രാഷ്ട്രീയമായി ശരിയാണെങ്കിലും ജനങ്ങളെ മുറിവേൽപ്പിച്ച നിലപാട് തുറന്നു പറഞ്ഞുകൊണ്ട് ജനങ്ങളോട് അത് തുറന്നു പറയാനും അവരുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും CPM തയ്യാറായിരുന്നു. സമാനമായ ഒരു തിരുത്തൽ ഇപ്പോൾ നേതൃയോഗങ്ങൾക്ക് ശേഷം CPM സ്വീകരിക്കുമോ?
ഘടകകക്ഷികൾക്ക് തന്നെ ശബരിമലയിൽ ജനങ്ങൾ വലിയ എതിർപ്പ് സർക്കാരിനെതിരെ ഉയർത്തി ഭരണവിരുദ്ധ വികാരത്തിന് അതുകൂടി കാരണമായെന്ന വിലയിരുത്തൽ ഘടകകക്ഷികൾക്കുണ്ട്. അത് ഏറ്റുപറയാൻ CPM തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. CPMന്റെ ഇന്നത്തെ സെക്രട്ടറി യോഗത്തിലും തൊട്ടുപിന്നാലെ അധികം വൈകാതെ സംസ്ഥാന സമിതി യോഗം ചേരും. CPIയുടെ 2 പ്രധാനപ്പെട്ട നേതൃയോഗങ്ങളാണ് നടക്കുന്നത്. നാളെ ഇടതുമുന്നണി യോഗവും തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാൻ ചേരുന്നുണ്ട്. അവിടെ എത്രത്തോളം ഭരണവിരുദ്ധ വികാരം ഉണ്ടായെന്ന പരിശോധനകൾ നടക്കും. അതിനൊപ്പം തന്നെ ശബരിമല സ്വർണ്ണ സർക്കാരിന് എത്രത്തോളം തിരിച്ചടി ഉണ്ടാക്കി, ഇടതുമുന്നണിക്ക് എത്രത്തോളം തിരിച്ചടി ഉണ്ടാക്കിയ ചർച്ചകളും നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ന്യൂനപക്ഷ പീഡനം അവസാനിപ്പിച്ച് ന്യൂനപക്ഷങ്ങളോടുള്ള അമിത താല്പര്യം അവസാനിപ്പിച്ച് തങ്ങളുടെ അടിസ്ഥാന വോട്ടായ ഹൈന്ദവ വോട്ടുകളിലേക്ക്